അവസാന ലാപ്പിൽ ആം ആദ്മിക്ക് തിരിച്ചടി. ഒരു മാസത്തിനകത്ത് അടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. ആം ആദ്മി പാർട്ടിയും ബിജെപിയും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഡൽഹിയിൽ വാശിയേറിയ പ്രചാരണമാണ് നടക്കുന്നത്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി വോട്ട് ചോദിച്ചപ്പോൾ അഴിമതി ആരോപണങ്ങളും നേതാക്കൾ ജയിലിൽ പോയതും ബിജെപിയും കോൺഗ്രസും ആയുധമാക്കി. ആർ രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞ, അതായത് ഒരുപക്ഷെ ഡൽഹി കണ്ട ഏറ്റവും ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലം കൂടിയായിരുന്നു ഇത്. മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ്, കോൺഗ്രസും ഒട്ടും പുറകോട്ടല്ല. എന്താണ് ഈ അവസാന നിമിഷം, ഈ അവസാന സമയത്ത് ഏറ്റവും പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്? രഞ്ജിത്ത്, വാശിയേറിയ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഏതായാലും ഈ അവസാന ദിനത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടുകയായിരുന്നു. ഇന്ന് ഏതായാലും അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയേക്കും. അങ്ങനെ എല്ലാവരും അവരവരുടെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രചാരണ തിരക്കിലാണ്. ഏതായാലും വിവിധ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അഴിമതി ആരോപണങ്ങൾ ഒക്കെ തന്നെ ബിജെപി ചർച്ചയാക്കി കൊണ്ടുവന്നു. പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പതിവ് പോലെ വാഗ്ദാനങ്ങൾ നൽകി. കാരണം വെള്ളവും വൈദ്യുതിയുമൊക്കെ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ സൗജന്യമാക്കിയതാണ്. ഇത്തവണയും പുതിയ വാഗ്ദാനങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതേ വഴിയിലേക്ക് വരുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ ഗംഗ വലിയ ചർച്ചയായി ഡൽഹിയിൽ മാറുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് വിഷാംശ പരാമർശം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് അത് ആദ്യം ബിജെപിയും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള വാക്പോരിലേക്ക് വഴിമാറി. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആ വിഷയത്തിൽ ഇടപെടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വരുന്നതൊക്കെ കണ്ടു. അങ്ങനെ വിവാദ ചുഴിയിലായിരുന്നു ഡൽഹിയിലെ പ്രചാരണം കടന്നുപോയത്. ഏറ്റവും അവസാന നാളുകളിൽ 8 ആം ആദ്മി പാർട്ടി MLA-മാരെ രാജിവെച്ചു. അവർ പിന്നീട് ബിജെപിയിൽ ചേർന്നതും ഡൽഹി കണ്ടു. ഏതായാലും പ്രചാരണത്തിന്റെ ഈ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് മേൽക്കൈ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ബജറ്റിലെ പ്രഖ്യാപനം, പ്രത്യേകിച്ച് മധ്യവർഗം കൂടുതലായുള്ള സ്ഥലമാണ് ഡൽഹി. അവിടെ ആദായ നികുതിയിലെ ഇളവ് എങ്ങനെ വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നത് നിർണായകമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലം എടുക്കുകയാണെങ്കിൽ ന്യൂഡൽഹി മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആണ് ഏറ്റവും കൂടുതൽ മധ്യവർഗമുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാരൊക്കെ ഉള്ള മണ്ഡലമാണ് ന്യൂഡൽഹി. അതിൽ വലിയ വിഭാഗം വോട്ടർമാർ സർക്കാർ ജീവനക്കാരാണ്. അപ്പോൾ ആ മണ്ഡലങ്ങളിലേക്ക് തന്നെ വോട്ടിംഗ് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് 2013 ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ 28 സീറ്റ് നേടുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ അവർക്കൊപ്പം നിന്നത് ന്യൂഡൽഹിയും അതിന് ചുറ്റിയുള്ള മണ്ഡലങ്ങളുമാണ്. അപ്പോൾ ബിജെപി അതിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്നലത്തെ പ്രചാരണ യോഗത്തിൽ ആവർത്തിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അധികാരത്തിൽ വരും ബിജെപി എന്നുള്ളതാണ്. ഒപ്പം ബജറ്റിലെ നികുതി ഇളവടക്കം അദ്ദേഹം പരാമർശിക്കുകയും ഒക്കെ അതിൽ വലിയ പ്രതീക്ഷ ബിജെപി വെക്കുകയും ചെയ്യുന്നു. ഏതായാലും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഒറ്റ സീറ്റില്ല. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷ അവർ ചില മണ്ഡലങ്ങളിലെങ്കിലും വെക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ തിരിച്ചടി കോൺഗ്രസിനുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് കോൺഗ്രസിന്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അതിശക്തമായ പ്രചരണ കാലമാണ് കടന്നുപോയത്. ഇന്നലെയും ഒരുപാട് സംഭവങ്ങൾ കൊണ്ട് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായിരുന്നു.